കേന്ദ്ര ബജറ്റിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ഇതിന് ബാക്കിയുള്ളത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണിത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത്. ഊർജ്ജ മേഖല മുതൽ ബാങ്കിംഗ്, ടെക്നോളജി, ഓട്ടോ, വിദ്യാഭ്യാസം, കാർഷികം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ബജറ്റിനെ ഉറ്റുനോക്കുകയാണ്. വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് മൂലധന ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉൽപാദന വളർച്ചയെ നയിക്കുകയും മാക്രോ എക്കണോമിക് സ്ഥിരത നിലനിൽക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഔസൂൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ഇപ്പോഴത്തെ വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ ചില വിവരങ്ങൾ പുറത്തുവിട്ടു. കേന്ദ്ര ബജറ്റ് അടുത്തു വരുമ്പോൾ നിക്ഷേപകർ നയപ്രഖ്യാപനങ്ങളും വിപണി പ്രവണതകളിൽ അവയുടെ സാധ്യതകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ്. വിവിധ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ പുറത്തുവിടുകയും ചാഞ്ചാട്ടം കണക്കിലെടുത്ത് വളർച്ചാ സാധ്യതയുള്ള ഓഹരികളെ കുറിച്ച് വിവരം നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലിസ്റ്റാണ് മോത്തിലാലിന്റേത്.